ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ. പക്ഷേ ഞാനിതിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട്, ഇതിനകത്ത് ഡിസ്റ്റൻസ് ഇടാതെ തന്നെ ചെയ്യണം. ഇതുപോലെ 2 ലൈൻ വരയ്ക്കുക, ഒരു വലിയ ലൈനും ഒരു ചെറിയ ലൈനും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ഈ ചെറിയ ലൈനിൽ നിന്ന് നമ്മൾ നീഡിൽ കുത്തിയെടുക്കാം. കുത്തിയെടുത്തതിന് ശേഷം ഈ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ മുകളിലേക്ക്, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടി ഈ ത്രെഡ് ഉണ്ടാ ഇങ്ങനെ എടുക്കാം. നെക്സ്റ്റ് അടുത്തത് ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാം. നമ്മളിപ്പം ഒരു ബട്ടർഫ്ലൈൻ്റെ ചിറകാണ് നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെയും ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. അപ്പോൾ ഇതൊരു ചിറക് പോലെ വന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ ത്രെഡ് എടുക്കുക, അതിൻ്റെ സൈഡിൽ കൂടെ മേലേക്ക് നമ്മൾ നീഡിൽ ഉയർത്തിയ ശേഷം നമ്മൾ ഈ ത്രെഡ് എത്ര റൗണ്ട് നമുക്ക് വേണോ അതിനനുസരിച്ച് ഇവിടെ റൗണ്ട് ചെയ്യാം. അപ്പം ഞാനൊരു 2-3 എണ്ണം കൊടുത്തു. എന്നിട്ട് പതുക്കെ നീഡിൽ മേലിലേക്ക് എടുക്കുക. കണ്ട ഇങ്ങനെ വരും, ഇതുപോലെ വരും. അപ്പം നമ്മൾ നീഡിൽ വലിച്ച ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ത്രെഡ് നമുക്ക് കിട്ടും. പയ്യെ വലിച്ചാൽ മതി. അപ്പം നമ്മളുടെ എല്ലാ ഭാഗവും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡിലുള്ള ഒരു സ്റ്റിച്ചും കൂടെ, അപ്പോൾ നമ്മൾ ഈ എൻഡിൽ എല്ലാം കംപ്ലീറ്റ് ആക്കി എൻഡിൽ കൂടെ നമ്മളൊരു ത്രെഡ് എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഒരു റിംഗ് നോട്ട് പോലത്തെ ഒരു ചെറിയത് നമുക്കിവിടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര ചുറ്റണോ അതനുസരിച്ച്, ഞാനിപ്പോൾ ഒരു ചുറ്റാണ് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബട്ടർഫ്ലൈ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈൻ്റെ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ബട്ടർഫ്ലൈ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. God bless you all. Please like and subscribe.